ഹലോ. സാമിക്കുട്ടിയാ മേഡം. ആ, ഞാനൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. സൂര്യ ഒരുപാട് തവണയായല്ലോ അങ്ങോട്ട് വരുന്നു. റിസോർട്ടിന്റെ കാര്യം ഇതുവരെ ഫൈനലൈസ് ചെയ്തില്ല. പിന്നെ തടസ്സമെല്ലാം മാറി മേഡം. ആ രാധികയുടെ കാര്യം ഒഴിച്ച് അവര് സമ്മതിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, അതിനിടയിൽ സാറ് കാര്യങ്ങൾ നേരിട്ട് നടത്താൻ തുടങ്ങി. സാറിനാണെങ്കിൽ അവരോടൊരു സോഫ്റ്റ് കോർണറും. അവരുടെ അവസ്ഥ കൊണ്ടാവും. അതല്ല, താൻ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്ക് ആ സ്ഥലം വിട്ടു കിട്ടിയാ മതി എന്ന് സാർ ഒരു വാക്ക് പറയട്ടെ. ആ നിമിഷം ഞാനത് നടത്തില്ലേ? അവർക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണയുണ്ടോ അവിടെ? എവിടെന്ന്? പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ വരുന്നത് ആ തെണ്ടിച്ചക്കൻ ഗണേശൻ. അതൊരു വിഷയമൊന്നും അല്ല. ശരി, ഞാൻ എന്തായാലും സൂര്യയോടൊന്ന് സംസാരിക്കാം. മോളുടെ പേരിലുള്ള ആദ്യത്തെ പ്രോജക്റ്റാ, അതിനൊരു താമസം വന്നൂടാ. ശരി മേഡം. സാറിന്റെ നിലപാട് മാറിയാൽ ആ നിമിഷം പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ അവര് സാറിനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കും. ഓക്കെ മേഡം. ഓക്കെ. എന്താ മേനകെ? റിസോർട്ടിന്റെ കാര്യമാണ്. അത് നടന്നാൽ രംഭയുടെ പേരിലായിരിക്കും രജിസ്ട്രേഷൻ. പക്ഷേ അവിടെ ഒരുത്തി ഉണ്ടല്ലോ. സൂര്യയാണെങ്കിൽ കടുപ്പിച്ചൊന്നും പറയുന്നുമില്ല. അതാ സാമിക്കുട്ടി ഇപ്പൊ പറയുന്നത്. സൂര്യ പറയില്ല. ആവേശത്തോടെ ഇറങ്ങിയെങ്കിലും അത് രംഭയുടെ പേരിലായിരിക്കും എന്നതുകൊണ്ട് തന്നെയാ താമസത്തിന് കാരണം. മനസ്സിലായില്ലേ നിനക്ക്? പേരക്കുട്ടി കൺമുൻപിൽ എത്തുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന നിന്റെ അമ്മായിയമ്മയ്ക്ക് അതിനു മുൻപ് രംഭയുടെ പേരിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ വഴിയിൽ വന്ന താമസം തടസ്സമായി അവിടെ തന്നെ കിടക്കും. നീ എന്താ ആലോചിക്കുന്നത്? മമ്മി പറയുന്നത് ശരിയാ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാർവതിക്ക് ഒരു 6 മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കും കൂടി ഉള്ളതാ. അതിനുള്ളിൽ ഇത് നടത്തിയെടുത്താൽ എതിരായി എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാം. ഒന്നിലും ഇടപെടാൻ തൽക്കാലം സൂര്യ സമ്മതിക്കില്ല. വേണ്ട. ആകെ തടസ്സമുള്ള ആ വസ്തു വിട്ടുകിട്ടുമെന്നുള്ള നില വന്നാൽ സൂര്യക്ക് പിന്നെ എന്താ മറുപടി? അപ്പോ അവളുടെ സമ്മതം പെട്ടെന്ന് വരണം. അതിനുള്ള മാർഗം സ്വാമിക്കുട്ടിയെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അയ്യോ വേണ്ട മമ്മി, ആരെങ്കിലും അറിഞ്ഞാ പിന്നെ. ഒരിക്കൽ കൊല്ലാൻ തീരുമാനിച്ചപ്പോ നിന്റെ മനസ്സൊന്നു പതറിയതാണ് ഗൗരിക്കും മോൾക്കും രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയത്. അത്തരം മണ്ടത്തരം ആവർത്തിക്കണ്ട. ഭീഷണിപ്പെടുത്തുകയോ കൊല്ലുകയോ വേണോന്ന് സാമിക്കുട്ടിയും ആൾക്കാരും തീരുമാനിച്ചോട്ടെ. അല്ലെങ്കിൽ തന്നെ സൂര്യക്ക് അവളോട് എന്തോ സെന്റിമെന്റ്സ് ഉണ്ട്. അതിന്റെ കൂടെ ഇനിയും ആദ്യം തള്ളേണ്ടത് ആ സെന്റിമെന്റ്സാ. നമുക്കിനി മറ്റാരോടും സഹതപിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ആ തടസ്സം നീക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കും. Your mind is tossing on the ocean, thinking always of your ships and sea. So laden with the richness of the east, that petty cargo ships all bow to them, like peasants bowing to a passing load. The friends like you, the saddest man must love. Excuse me, sir. Yes. There is a notice for you. The college chairman election will be held on next month 19th.
താങ്ക് യു സർ. സോ കോളേജ് ചെയർമാൻ തെരഞ്ഞെടുപ്പാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടീസ് ബോർഡിൽ നിന്ന് കിട്ടും. സർ, യെസ് ചെയർമാന് മാത്രമേ തിരഞ്ഞെടുപ്പുള്ളൂ? യെസ്. കഴിഞ്ഞ 1-2 വർഷമായി നമ്മുടെ കോളേജിൽ ഇലക്ഷൻ നടക്കാറില്ല. തവണ എന്താണെന്നറിയില്ല. എനിവേ, നിങ്ങൾ ആരെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട മതി. സോ ഫെയർവെൽ ആന്റോണിയോ, മൈ ജോളി ഫ്രണ്ട്. വി ലീവ് യു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു ഗൈസ്. ഓക്കെ. കബനി, നമ്മുടെ കോളേജിൽ പൊളിറ്റിക്സ് ഉണ്ടോ? ഏയ്, ഇലക്ഷൻ പൊളിറ്റിക്കൽ അല്ല, ജസ്റ്റ് ഒരാളെ തെരഞ്ഞെടുക്കും, അത്ര തന്നെ. രംഭ, ചെയർമാനായിട്ട് രംഭ മത്സരിക്കണം. ഞാനോ? അല്ലാതെ പിന്നെ ഈ കോളേജിന്റെ ചെയർമാൻ ആവാൻ വേറെ ആർക്കാ യോഗ്യത? ആക്ച്വലി ഈ ഇലക്ഷന്റെ കാര്യം എന്താ? നമ്മുടെ കോളേജിൽ പൊളിറ്റിക്സ് അലൗഡ് അല്ല. അപ്പൊ പിന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്താ പോരെ? ഏയ്, അത് പറ്റില്ല തേജ. തിരഞ്ഞെടുപ്പ് ഒരു രസമല്ലേ? ഫ്രണ്ട്സ്, there is an announcement. ഈ വരുന്ന കോളേജ് ഇലക്ഷനില് ചെയർമാൻ സ്ഥാനാർത്ഥിയായി നമ്മുടെ രംഭയെ ഞാൻ നോമിനേറ്റ് ചെയ്തു. ഞാൻ അതിനെ പിന്താങ്ങുന്നു. എനിക്കങ്ങനെ ചെയർമാൻ ആകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ബട്ട് ഇത് നിങ്ങളുടെ തീരുമാനമാണ്. ഇലക്ഷൻ ചെറുതായാലും വലുതായാലും അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. ഞാനാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞാൽ മറ്റാരും മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരെന്നാലും ഇല്ല, രംഭ മത്സരിക്കും. യു ആർ അവർ ചെയർമാൻ. അതെന്ത് പണിയാ? അവര് പറയുന്നു ഉടൻ തന്നെ അവിടെ ചെയർമാൻ. ഇങ്ങനെയാണോ ഇലക്ഷൻ? എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്താ ഇപ്പൊ അതിൽ താല്പര്യം? കോളേജിൽ എന്തിനാ ചെയർമാൻ എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എന്നാലും അങ്ങനെ അല്ലല്ലോ കബനി. അവളുടെ കോളേജ് അല്ലേ മണികണ്ഠ? എന്നാലും ബാക്കി ക്ലാസ്സുകളില്ലേ, കുട്ടികളില്ലേ, അവരാരെങ്കിലും മത്സരിച്ചാ? മത്സരിക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? രംഭയ്ക്കെതിരെ ആരെങ്കിലും നിന്നാ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് അവളുടെ ആൾക്കാരെ സഹിക്കാൻ വയ്യ. ആ വാനരപ്പടയുടെ ബഹളവും. എന്തായാലും ഞാൻ ഓഫീസിൽ പോയി ഡീറ്റെയിൽ നോക്കിത്തരാം. എന്താ ഇവന്? പോയി നോക്കട്ടെ. പൊളിറ്റിക്സ് ഉള്ള കോളേജില് ചെയർമാൻ വലിയ സ്ഥാനമല്ലേ? ഇവിടെ അങ്ങനെയാണോ? ഏയ്, ഇത് പണ്ട് നമ്മൾ ക്ലാസ് ലീഡറെ സ്കൂൾ ലീഡറെ ഒക്കെ തിരഞ്ഞെടുക്കില്ലേ, അതുപോലെയാ. എന്നാലും മണിയണ്ണ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒന്ന് നിന്ന് അവളെ തോൽപ്പിച്ച മനസ്സിനൊരു സുഖം കിട്ടിയേനെ. ഓ, തുടങ്ങി അവളുടെ കുശുമ്പ്. ഇത്തിരി കുശുമ്പുണ്ട്. അവളൊഴിച്ച് വേറെ ആര് നിന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ആരാ? കബനി, നീ ഒന്ന് പുറത്തേക്ക് വന്ന. എന്താടി? ഒന്ന് വാ. ഗണേശേട്ടൻ വന്നിട്ടുണ്ട്. ആണോ? ഗണേശേട്ടന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അതാരാ? അത് പറയില്ല, നീ വന്ന് കണ്ടാ മതി. പറയടി. അപ്പൂപ്പനാണോ?
വന്ന് നോക്ക്. മാറ്. ഗണേശേട്ടാ വന്നല്ലോ. എന്താ മോളെ, സുഖല്ലേ നിനക്ക്? ഗണേശേട്ടാ, ആരാ കൂടെ വന്നത്? ആര് പറഞ്ഞു? ഇവള് പറഞ്ഞല്ലോ. അത് ഞാൻ ഇവിടെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അല്ല അല്ല, ഗണേശേട്ടൻ അങ്ങനെ വെറുതെ പറഞ്ഞൊന്നും അല്ല. കഴിഞ്ഞ തവണ വന്നപ്പോ എന്നോട് പറഞ്ഞതല്ലേ ഇനി വരുമ്പോ അപ്പൂപ്പനെ കൊണ്ടേ വരുള്ളൂന്ന്. അപ്പൂപ്പൻ തന്നെ അല്ലേ? അല്ലാന്നേ. ദേ കളിപ്പിക്കല്ലേ. എന്ത് കഷ്ടമായിട്ടാ. ദേ നോണ പറയാണെങ്കിൽ എന്റെ നല്ലോണം കിട്ടൂട്ടോ. ഇവള് ശ്വാസം പിടിച്ച ഓടി വന്നേ. ഏട്ടാ പറ, ഏട്ടനോട് ആരും വന്നിട്ടില്ലേ? ഉണ്ട്, പക്ഷെ അപ്പൂപ്പനല്ല. അതിനേക്കാൾ ശ്വാസം പിടിച്ച് ഇവള് കാണേണ്ട ഒരാളാ. ദേ നോക്ക്. അമ്മേ, സുഖാണോടി നിനക്ക്? ഇവളെന്നും കരച്ചില്ല. കാണാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. നിന്നെ കാണാതെ ഒരു നേരം ഞാൻ മനസമാധാനമായി ഭക്ഷണം കഴിക്കുമെന്ന് തോന്നിയോ? അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് കരുതിയോ? അമ്മേ, ഒരു കാലനക്കം കേൾക്കുമ്പോ ഞാൻ ഉമ്മറത്തേക്ക് ഓടി വരുന്നത് അത് നീയാണോന്ന് അറിയാൻ വേണ്ടിയാ. എന്നോട് ക്ഷമിക്കമ്മേ. നിന്റെ അമ്മയും അതേ അവസ്ഥയില്ല. ഞങ്ങള് പരസ്പരം കാണുമ്പോ കരച്ചിലല്ലാതെ വേറൊരു വാക്ക് പോലും ഉണ്ടാവാറില്ല. രാധികച്ചിനെ അതൊന്നും പറയണ്ട. എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നും ഞാൻ ഇവളെ സമാധാനിപ്പിക്കാൻ എത്ര പാടുപെടുന്നുണ്ടെന്ന് അറിയോ? പല ദിവസവും ഇവള് തയ്യാറായതാ തിരിച്ചു പോരാൻ. സത്യം, ഞങ്ങൾ ഇവിടെ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മനസ്സ് മുഴുവൻ അവിടെയാ. പപ്പിനെ, നീ ഇങ്ങോട്ട് വാ. ഇവര് സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. രാധേച്ചി, ഇപ്പൊ തന്നെ കൂടെ കൂട്ടണോ അതോ പിന്നെ മതിയോ ഒക്കെ തീരുമാനിച്ചോണേ. ഞങ്ങളത് അപ്പുറത്തും വാടി. കബനി, സന്തോഷായില്ലേടി? ഇതിലും വലിയ എന്ത് സന്തോഷം നിനക്ക് വരാനുള്ളത്? നിങ്ങൾ സംസാരിക്കേ. അമ്മ, വാമ്മേ. ഇതാ ഞങ്ങളുടെ മുറി. വാ അമ്മേ. അമ്മ ഇരിക്കും. അമ്മേ, ഞാൻ അമ്മയുടെ മടി കിടന്നോട്ടെ? വാ. എത്ര നാളായി അമ്മ ഞാനിങ്ങനെ കിടന്നിട്ട്? അമ്മ, എന്താ? ശരിക്കും ക്ഷമിച്ചോ എന്നോട്? എന്നെ ക്ഷമിച്ചതാ ഞാൻ. എന്നാലും വരാൻ തോന്നിയില്ല. എല്ലാ വിശേഷങ്ങളും ഗണേശൻ വന്ന് പറയും. ഞാൻ കേൾക്കാത്ത പോലെ ഇരിക്കും. എന്നാലും നിന്നെക്കുറിച്ച് ഇവിടെ ആളുകൾ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. നീ ആഗ്രഹിച്ചത് നടന്നല്ലോ. ആ, കോളേജില് എല്ലാവർക്കും ഇഷ്ടാണോ നിന്നെ? എല്ലാവർക്കും നല്ല സ്നേഹ. പിന്നെ കോളേജിന്റെ ഉടമസ്ഥ നേരിട്ടാ ഞങ്ങൾക്ക് സീറ്റ് തന്നത്. ആ മുത്തശ്ശിക്ക് എന്നെ എന്ത് കാര്യമാണെന്നറിയോ? ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിപ്പിക്കും, ഡ്രസ്സ് തരും. ഞാനൊരു ദിവസം സാരി ഉടുത്തമ്മേ. ആണോ? മുത്തശ്ശിയുടെ വീട്ടിലെ ഒരു പൂജ ഉണ്ടായിരുന്നു.
മുത്തശ്ശി വാങ്ങിച്ചെന്ന സാരിയാ. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, ഞാനെടുത്ത് കാണിച്ചു തരാട്ടോ. നല്ല രസമുണ്ടായിരുന്നെന്ന് എല്ലാരും പറഞ്ഞു. ഉണ്ടാവും. നീ എന്റെ രാജകുമാരിയല്ലേ? അമ്മ ഇന്ന് പോണ്ടാട്ടോ. നമുക്കേ സിറ്റി മുഴുവൻ കറങ്ങി കാണാം. ഞാനും പത്മിനിയും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. കാശൊന്നും കാണില്ല, എന്നാലും ഞങ്ങള് പോവും. ഇനി മുതൽ എല്ലാ മാസവും മോൾക്ക് അമ്മ കാശയച്ച് തന്നോളാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടണ്ട. സിറ്റിയിലാണെങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഗ്രാമത്തിലേത് തന്നെയാ. പിന്നെ അമ്മേ, ഋഷി സാറില്ലേ, അന്ന് നമ്മുടെ വീട്ടിൽ വന്ന എന്റെ കല്യാണം മുടക്കാനൊക്കെ പോയ സാറ്, ആ സാറ് ഇവിടെയുണ്ട്. ഞങ്ങളുടെ കോളേജിലെ സാറാ, ഇംഗ്ലീഷ് സാറ്. എല്ലാ കാര്യത്തിനും സാറാ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്നെ അറിയുന്ന ഒരുപാട് പേര് അമ്മ വരുമ്പോ കാണണമെന്ന് പറഞ്ഞിരിക്കുക. നിന്നെ എന്തിനാ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നെന്ന് ചോദിക്കാനാ? അതൊന്നും അല്ല. അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അവർക്ക് തോന്നുന്നതാ. ഇവിടെ ഇനിയിപ്പോ എല്ലാരും വരും അമ്മയെ കാണാൻ. ഇവിടുത്തെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഉദ്യോഗസ്ഥരും പരിഷ്കാരികളും ഒക്കെ അല്ലേ? അതിനിടയിൽ ഞാൻ... അവരൊക്കെ വലിയ കാറിൽ വന്നോട്ടെ, നന്നായി ഒരുങ്ങിക്കോട്ടെ. പക്ഷേ എന്റെ അമ്മയുടെ അത്രയും വലിയ ഹൃദയം ഒരാൾക്കും ഉണ്ടാവില്ല. അമ്മയ്ക്ക് സന്തോഷായി. ഇതിനേക്കാൾ കൂടുതലൊന്നും ഈശ്വരൻ തരണ്ട അമ്മയ്ക്ക്. അവരൊക്കെ വലിയ കാറിൽ വന്നോട്ടെ, നന്നായി ഒരുങ്ങിക്കോട്ടെ. പക്ഷേ എന്റെ അമ്മയുടെ അത്രയും വലിയ ഹൃദയം ഒരാൾക്കും ഉണ്ടാവില്ല. അമ്മയ്ക്ക് സന്തോഷായി. ഇതിനേക്കാൾ കൂടുതലൊന്നും ഈശ്വരൻ തരണ്ട അമ്മയ്ക്ക്. പിന്നെ അമ്മേ, 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 അമ്മേ. കബനി, എന്താടി? എന്താ നിനക്ക് പറ്റിയേ? അമ്മ അമ്മ ഇത്രയും നേരം എന്റെ അടുത്തുണ്ടായിരുന്നു. എന്താ? എന്നിട്ട് വിളിച്ചപ്പോ നീ സ്വപ്നം കണ്ടതാ? ഞാൻ പേടിച്ചു പോയി. കുടിക്ക്. എന്താടി? അത് ഗണേശന്റെ കൂടെ അമ്മ വന്നോന്ന് ഞാൻ... ആഗ്രഹങ്ങള് തന്നെയാ നമുക്ക് സ്വപ്നങ്ങളായിട്ട് വരാന്ന് കേട്ടിട്ടില്ലേ? അതാ. പത്മിനി, ഇത് എന്നും സ്വപ്നം കാണുന്ന പോലെ അല്ല. എനിക്ക് എന്തോ ഒരു പേടി പോലെയടി. എന്താ? അമ്മയെ കുറിച്ച് ഞാൻ മോശ സ്വപ്നം കാണുന്ന ദിവസമൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ഇവിടെ ചാരി ഇരുന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് എണീറ്റില്ല. എന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരുന്നേ. നമുക്ക് ഗണേശനെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഇപ്പോഴോ? നീ ഒരു സ്വപ്നം കണ്ടു കരുതി എന്തിനാടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ?
കബനി, അല്ല, എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ എന്തായാലും പറ്റില്ല. അറിയാലോ നിനക്ക് മാറ്റിന്റെ സ്വഭാവം. പാതിരാത്രിക്ക് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞാ അപ്പൊ തന്നെ ചാടിക്കേറും. നേരം വിളിക്കട്ടെ, നമുക്ക് വിളിക്കാം. ഞാനും അമ്മയെ വിട്ടല്ലേ ഇവിടെ താമസിക്കുന്നെ. എന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങള് എപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കരുത്. അമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു. സ്വപ്നം കാണാൻ ചെലവൊന്നുമില്ലല്ലോ. മതി മതി, നമുക്ക് കിടക്കാം. ഇനി നിന്നെ അധികം സംസാരിക്കാൻ വിട്ടാ ഈ രാത്രി തന്നെ പെട്ടിയെടുത്ത് നാട്ടിലേക്ക് പോവാന്ന് പറയും. നീ വാ വാ. കിടക്ക്. നാളെ രാവിലെ തന്നെ വിളിക്കണേ. വിളിക്കാം. ഇനി നീ എന്നെങ്ങനെ ഞെട്ടിക്കല്ലേ? പത്മിനി, കൊല്ലും ഞാൻ. ഉറങ്ങടി.